കേരള രാഷ്ട്രീയത്തിൽ ഇന്നാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. കുപ്രസിദ്ധനായ ഒരു പീഡക വീരൻ്റെ പേര്, അല്ലാതെ പോരാട്ട വീരമുള്ള നായകൻ്റെ ജനനായകൻ്റെ പേരൊന്നുമല്ല ഈ ചർച്ച ചെയ്യപ്പെട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്നായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, പാലക്കാട് MLA, ഇങ്ങനെ ഒരുപാട് രൂപത്തിൽ വളരെ പെട്ടെന്ന് കോൺഗ്രസിലെ പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. ആരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയത്തിൽ പിടിച്ചുയർത്തിക്കൊണ്ടുവന്നത്? രാഹുലിൻ്റെ ഗോഡ് ഫാദർ ആരായിരുന്നു? അത് ഷാഫി പറമ്പിലാണെന്ന് രാഹുലിൻ്റെ നല്ല കാലത്തെ രാഷ്ട്രീയ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു. തൻ്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കി രാഹുലിനെ കൊണ്ടുവരുമ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഞാൻ രാഹുലിനെ ഈ നിലയിലെത്തിച്ചിട്ടുള്ളത്, ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എനിക്കൊരുപാട് അധ്വാനമുണ്ട്, അത് ശരിയാണ്. KSU കാലം മുതൽ രാഹുലിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നത് എല്ലാം ഷാഫി പറമ്പിലായിരുന്നു. മറ്റൊരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത കോലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം താൻ ഒഴിഞ്ഞപ്പോൾ അത് രാഹുലിനെ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, വടകര പാർലമെൻറ്റിൽ മത്സരിക്കാൻ പാലക്കാട് MLA സ്ഥാനം ഷാഫി പറമ്പിൽ രാജിവെച്ചപ്പോൾ അവിടെ പകരം ഒരു പാലക്കാട്ടുകാരനെയോ ഒരു മലബാറുകാരനെയോ പോട്ടെ ഒരു വടക്കൻ കേരളക്കാരനെയോ ഒന്നുമല്ല, തെക്കൻ കേരളത്തിൽ നിന്ന് പത്തനംതിട്ടക്കാരനായ രാഹുലിനെ കൊണ്ടുവന്ന് പലർക്കും അർഹതപ്പെട്ട സ്ഥാനം നിഷേധിച്ച് രാഹുലിനെ MLA ആക്കിയത് ഷാഫി പറമ്പിലാണ്. അന്ന് പാലക്കാട്ടുകാരോട് ഷാഫി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ പാലക്കാട് നിന്ന് തന്നെ, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു നിക്ഷേപമാണ്. നിങ്ങൾക്ക് ഇയാളെ ഓർത്ത് എന്നും തലയുയർത്തി അഭിമാനത്തോടെ നിൽക്കാം. ഇപ്പം നല്ല തലയുയർത്തിയിട്ട് പാലക്കാട്ടുകാരിങ്ങനെ അഭിമാനത്തോടെ നിൽക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞിട്ട് ഷാഫി പറമ്പിൽ പാലക്കാട്ടുകാർക്ക് ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കുക. പൂർണ്ണമായി ആ തെരഞ്ഞെടുപ്പിൽ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഷാഫി പറമ്പിലായിരുന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർക്കുന്നില്ലേ, ഇപ്പം രാഹുലിനെ അറസ്റ്റ് ചെയ്തേ അതേ KPM ഹോട്ടൽ, എൻ്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ അതേ 2002 റൂം, പാതിരാത്രിയിൽ ഇവരുടെ ഒരു പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ. അന്ന് രാഹുൽ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഷാഫിയോട് ഞാൻ ഇടുന്ന ഷർട്ട് ഇത് മതിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫിയുടെ അടുത്തേക്ക് പോയത്. അങ്ങനെയാണ്, ഞങ്ങൾ അത്രയും ബന്ധമാണ്, അതിനുവേണ്ടി പോയതാണ്. ഷർട്ടിൻ്റെ കളർ ഏത് ഷർട്ട് ഇടണം എന്ന് പോലും, എൻ്റെ ഷർട്ട് പോലും തീരുമാനിക്കുന്നത് ഷാഫിയാണ് എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അത് കഴിഞ്ഞ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത്, അന്ന് രാത്രിയാണ് ഇവിടെ എല്ലാ പരിപാടികളും. രാത്രിയിൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള പോലീസ് ചെക്കിങ് നടന്നപ്പോൾ ഷാഫിയുടെ പെട്ടി തുറക്കാൻ വേണ്ടി പോലീസ് പറഞ്ഞപ്പോൾ അയാളോട് പൊട്ടിത്തെറിച്ച് നിന്നെ കാണിച്ചു തരാം, ഭരണം മാറ്റിട്ട് നിനക്കല്ല പണിഷ്മെൻറ്റ് ചെയ്യാൻ തരുന്നു. എന്താ കാരണം? ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ. അതുകൊണ്ട് ഷാഫിയെ ഒന്ന് തോണ്ടിയാൽ ഒന്ന് പറഞ്ഞാൽ വേദനിക്കുന്നത് രാഹുലിനാണ്. രാഹുലിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഷാഫിക്കാണ്. വ്യാജ അംഗത്വത്തിൻ്റെ പേരിൽ രാഹുലിന് മുമ്പ് അറസ്റ്റ് ചെയ്തപ്പോൾ ഷാഫി പൊട്ടിത്തെറിച്ചതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതുപോലെ ഷാഫി വടകരയിൽ മത്സരിച്ചപ്പോൾ നീയൽ പോലെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? രാഹുലാണ്. അവരങ്ങനെയാണ് അയാമീസ് ഇരട്ടകളെ പോലെ. ചുരുക്കി പറഞ്ഞാൽ രാഹുലിൻ്റെ എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി അറിയുന്ന ആൾ ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഏത് കൊച്ചുകുട്ടിക്കും തെറ്റാതെ അനുഭവ സാക്ഷ്യത്തിലൂടെ പറയാൻ കഴിയും, അത് ഷാഫി പറമ്പിലാണ്. അവിടെയാണിപ്പോൾ രാഹുൽ പറഞ്ഞ വടകര ഫ്ലാറ്റിൻ്റെ പ്രസക്തി. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് വടകര ഫ്ലാറ്റിലേക്ക് അവരെ ക്ഷണിച്ചു എന്നാണ് പറഞ്ഞത്. ഏതായിരിക്കും ആ വടകര ഫ്ലാറ്റ്? രാഹുലിന് പാലക്കാട് ഒരു ഫ്ലാറ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഫ്ലാറ്റിൽ നിന്ന് ഇയാൾ മാറിപ്പോകണമെന്ന് അയൽവാസികൾ പറഞ്ഞതും നമ്മൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ട്. എന്നാൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റുള്ളതായി നമുക്കറിയില്ല. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പറയുമ്പോഴാണ് അങ്ങനെ ഒരു ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വടകരയുടെ MP ആയ രാഹുലിൻ്റെ എല്ലാമായ ഷാഫി പറമ്പിൽ അറിയാതെ രാഹുലിന് വടകരയിലൊരു ഫ്ലാറ്റ് ഉണ്ടാവുമോ? സാധ്യതയില്ല എന്നതാണ് സാഹചര്യം പറയുന്ന ഉത്തരം. ബാക്കി കാലം പറയട്ടെ. ഇതുവരെ, ഈ നിമിഷം വരെ ഒരു വാക്കുകൊണ്ട് പോലും രാഹുലിനെ നോവിക്കാത്ത രാഹുലിൻ്റെ ഗോഡ് ഫാദർ ഷാഫി ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലം ഉത്തരം പറയിപ്പിക്കും. ഇപ്പോൾ രാഹുലിനോട് ഉത്തരം പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമുക്ക് കാത്തിരിക്കാം. വടകരയിലെ ഫ്ലാറ്റ് ആരുടേതാണ്? ഒരുപക്ഷേ ആ തിരിച്ചറിവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ടാക്കും എന്നാണ് എൻ്റെ നിരീക്ഷണം.